മീനത്തേലിന്റെ വീട്ടിൽ നിന്നും കാർത്തിയായനെ കണ്ടെത്തുന്ന ഹരി. ഒരു പരസ്യ ഫിലിമിൽ കുട്ടിയെ അഭിനയിപ്പിക്കണമെന്ന് മീനത്തേലിനോട് ഹരി കള്ളം പറയുന്നു. കുന്നത്തൂർ ടെക്സ്റ്റൈൽസിന്റെ പരസ്യമാണെന്നറിയുന്ന ഗോപിയയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു. കാർത്തിയായനെയും ഗോപിയെയും കണ്ടെത്തിയ വിവരം ഹരി നന്ദനെ അറിയിക്കുന്നു. ലൈലയുടെ അമ്മയും അച്ഛനും സുമിത്രയുടെ വാടക വീട്ടിലെത്തുന്നു. ലൈലയും മനീഷും തമ്മിലുള്ള വിവാഹം ഞങ്ങൾ തീരുമാനിച്ചെന്ന് ലൈലയുടെ അച്ഛനും അമ്മയും. സുമിത്ര എതിർക്കുന്നു. ഹരിയും നന്ദനയും മീനത്തേലിന്റെ വീട്ടിലെത്തുന്നു. കാർത്തിയായനെയും ഗോപികയെയും കണ്ടുമുട്ടുന്നു. ഇനി തുടർന്ന് കാണുക. എന്നെ ഓർക്കുന്നുണ്ടോ കാർത്തിയായനി? ആരാ മോളി വന്നത്? ഞാൻ കുന്നത്തൂരുന്ന നന്ദന. കയറിയിരിക്കാവോ? വരൂ. വരൂ, ഇരിക്കൂ. എനിക്കറിയാം. മോളൂട്ടി ആരോടാ സംസാരിക്കുന്നേ? സാറിന്ന് ഭാര്യയും കൊണ്ടാ വന്നിരിക്കുന്നത്? കഴിഞ്ഞ തവണ പരസ്യത്തിന് പരിപാടിയായിരുന്നു. അല്ല, ഈ പ്രാവശ്യം പരസ്യമാണോ രഹസ്യമാണോ? ഭാര്യ സിനിമക്കാരി ആയിരിക്കും. ഭാര്യയല്ല. വിലിമേ, ഇതാണ് ഉദയേട്ടന്റെ ഭാര്യ നന്ദന. അയ്യോ, അറിഞ്ഞില്ല. സാറ് കുന്നത്തൂരെ കുടുംബ സുഹൃത്താണെന്നാ നേരത്തെ വന്നപ്പോ പറഞ്ഞത്. ഉള്ള കാര്യം ഗോപിക തുറന്നു പറഞ്ഞല്ലേ സാറേ? പിന്നെ എന്തിനീ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നത്? എന്നെ വിളിച്ചോണ്ട് വന്നതല്ല, എനിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടിട്ട് വന്നതാ. ഓ, കഴിഞ്ഞൊരു ദിവസം പെട്ടെന്ന് സുഖമില്ലാതെ വന്നത് ഗോപികയ്ക്കാണോ അമ്മയ്ക്കാണോ? എനിക്ക് അസുഖമൊന്നും വന്നിട്ടില്ല. ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നത് ഞാനാണ്. വിവരം അറിയിക്കാൻ കാർത്തിയായനി വീട്ടിലേക്ക് വിളിച്ചപ്പോ ഫോൺ എടുത്തത് ഞാനാ. ഞാൻ അച്ഛനെ വിളിച്ചപ്പോ ആന്റി എന്തിനാ ഫോൺ എടുത്തേ? മോളെ, സാരമില്ല, കുട്ടിയല്ലേ. കട്ടനിടായിരുന്നു, പഞ്ചാര തീർന്നു. വെറും കട്ടൻ വേണോ? വല്യമ്മേ, വേണ്ട. ഗായത്രി എന്ന പേരിലൊരു ഡ്രാമ ആർട്ടിസ്റ്റിനെ ഗോപികയ്ക്ക് അറിയാന്ന് വിചാരിക്കുന്നു. ഗായത്രി നിങ്ങളുടെ ആരും മോളെ? അവരൊരു ദിവസം എന്റെ ഓഫീസിൽ വന്നിരുന്നു. കാർത്തിയായനി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് എന്റെ ഭർത്താവിനെ മോള് വിളിച്ചത് അച്ഛാന്നാ. തുറന്ന് ചോദിക്കാ ഞാൻ, ആര് പറഞ്ഞിട്ട് കാർത്തിയായനെ അങ്ങനെ വിളിച്ചത്? അച്ഛനെ അച്ഛാന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക? കാർത്തു, മോക്ക് ഹോംവർക്ക് ചെയ്യാനില്ലേ? ഹോംവർക്കെല്ലാം ഞാൻ ഫിനിഷ് ചെയ്തു.
എന്നാലേ പോയി കളിച്ചോളൂ കേട്ടോ. ആ ഞാനിപ്പോ വരാൻ കേട്ടോ. ഒരു കൂട്ടച്ചോദ്യത്തിനോ പ്രശ്നത്തിനോ ആണെങ്കിൽ ഇവിടെ ഇരിക്കണമെന്നില്ല. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അതൊന്നും ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഒരു സംശയത്തിന് വ്യക്തത ഉണ്ടാവണം. അതിനാ വന്നത്. ഉദയേട്ടനെന്ന് നിങ്ങളിപ്പോ പറഞ്ഞ് ഉദയവർമ്മയുടെ ഭാര്യയാണ് നന്ദന. അതിൻ്റെതായ ചില അവകാശങ്ങൾ ഇയാൾക്കുണ്ട്. എന്നോടല്ലേ പറയാൻ ബുദ്ധിമുട്ടുള്ളൂ. കുന്നത്തൂർ നാള് നേരിട്ട് വന്നിരിക്കുന്നു. ഗോപിക എനിക്കെന്ന വാക്ക് പാലിക്കുമെന്ന് കരുതുന്നു. വരേണ്ടയാള് വന്നു. ഇനി പറയേണ്ട കാര്യങ്ങൾ പറയാലോ. കാർത്തിയായനി ഗായത്രിയുടെ കൂടെ ഓഫീസിൽ വരാനുണ്ടായ സാഹചര്യം എന്താന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. അത് മനഃപൂർവ്വമായിരുന്നില്ല. അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഗായത്രിയെ എനിക്കറിയാം. ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങളും കെട്ടേണ്ടി വന്നു. എന്നാൽ അരുതാത്ത വേഷങ്ങൾ അണിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ ഒരു ദിവസം പുറത്തു പോയപ്പോ കൂടെ മോളെ കൊണ്ടുപോകാൻ സമ്മതിച്ചത്. കുന്നത്തൂർ ഓഫീസിലേക്കായിരുന്നുവെന്ന് പിന്നീടാണ് അറിഞ്ഞത്. കാർത്തിയായനി എന്റെ ഭർത്താവിനെ അച്ഛാന്ന് വിളിക്കുന്നു. എന്തായാലും വെറുതെ അല്ല. കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് അത് ആത്മാർത്ഥമായിട്ട് അങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബന്ധം എന്താണെന്ന് എനിക്കറിയണ്ടേ. എന്റെ ഭർത്താവ് എങ്ങനെയാ കാർത്തിയായനിയുടെ അച്ഛനാവുന്നത്? അമ്മയായ ഗോപികയ്ക്ക് അത് പറയാൻ ബാധ്യതയുണ്ട്. അതിന് മോളിട്ടൂടെ അമ്മ ഗോപിയാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്കെന്താ തലയ്ക്ക് നല്ല സുഖല്ലേ? വല്യമ്മൊന്നും മിണ്ടാതിരിക്കണം. പിന്നെ ഓരോന്നും കേട്ടാ മിണ്ടായിരിക്കാൻ പറ്റുമോ? നമ്മൾ എന്തിനാ ഇവരൊക്കെ പേടിക്കുന്നേ? അത് ശരിയാ. ഒരിക്കൽ ഭയപ്പെട്ടാൽ പിന്നെ എന്നും ഭയപ്പെടേണ്ടി വരും. തത്വമൊന്നും പറയണ്ട. ആരെയും ഭയപ്പെട്ടിട്ടൊന്നുമല്ല. മറിച്ച് വാക്കുകൊണ്ട് പോലും ചിലർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ സത്യം വെളിപ്പെടുത്തിയ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങളാ കലങ്ങി തെളിയുക. ഞാൻ പറയാം. ഗോപികയല്ല ആ കുഞ്ഞിന്റെ അമ്മ. ഇവളുടെ ചേച്ചിയുടെ മോളാ ഞങ്ങളുടെ കാർത്തിയായനി കുട്ടി. അവരെവിടെയുള്ളത്? അറിഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ വിളിച്ചവരിൽ എന്റെ മായ. അഞ്ചു മക്കളായിരുന്നു മീനത്തേലിന്. 5 പേരും ഇന്നില്ല. ദൈവം ബാക്കി തന്നത് 2 കൊച്ചുമക്കളെയാണ്. ഗോപികെ ഇവരുടെ മൂത്തത് മായ. അന്ന് പഴയ വീടെന്ന് പറഞ്ഞാൽ ഒടിച്ചു കുത്തിയ ഒരു കൊച്ചു പോര. കൂട്ടുകാരിയെ പോലെയായിരുന്നു എനിക്ക് മായച്ചി. പഠിക്കാൻ മിടുക്കിയായിരുന്നു. വലിയ ചട്ടമ്പിയായിരുന്നു ഇവളുടെ അച്ഛൻ. നാട്ടിൽ ആർക്കും കണ്ടുപിടാ. കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഒരിക്കൽ മായച്ചയുടെ പുസ്തകത്തിൽ നിന്ന് അച്ഛനൊരു എഴുത്ത് കിട്ടി. അങ്ങനെയാ കോവിലകത്തെ ഉദയവർമ്മയുമായുള്ള ചേച്ചിയുടെ സ്നേഹത്തെപ്പറ്റി ഇവിടെ അറിയുന്നത്. അതിന്റെ പേരിൽ മുടിഞ്ഞ ലേളയായിരുന്നു. ഇവക്ക് നേരത്തെ അറിയാമായിരുന്നു കേട്ടോ.
തമ്മിൽ പിരിയാവെന്ന് മായേച്ചി ഉദയേട്ടനോട് പറഞ്ഞു. പക്ഷേ പിരിയാനോ? എന്റെ കണ്ണിൽ നോക്കി മായയ്ക്ക് ഒരിക്കൽ കൂടി അങ്ങനെ പറയാൻ കഴിയോ? അറിയാലോ അച്ഛന്റെ സ്വഭാവം. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞതാ. മായയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് പറ. എനിക്ക് സ്നേഹിച്ച് മരിച്ചാ മതി. പറ്റില്ലല്ലോ, തീരെ പറ്റില്ല. സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാനാണെങ്കിൽ കൈതാ. അവരുടെ സ്നേഹം കൂടുതൽ ഉറച്ചു. ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്ന് ഉദയേട്ടൻ. ആളൊരു തീപ്പൊരിയായിരുന്നു. മായച്ചിയുടെ അടുത്ത് മാത്രമാ സൗമ്യനായി കണ്ടിട്ടുള്ളത്. അത് സ്നേഹത്തിന് മുമ്പിലുള്ളൊരു കീഴടങ്ങലായിരുന്നു. പിന്നെന്തുണ്ടായി? കോളേജ് കഴിഞ്ഞ് ഉദയേട്ടൻ ഡ്രാമ സ്കൂളിൽ നാടകം പഠിക്കാൻ പോയി. മായച്ചി ഒന്നിനും വിട്ടില്ല അച്ഛൻ. വീടിന് പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല. എന്നാലും അവസരം ഉണ്ടാക്കി
മായച്ചി ഉദയേട്ടനെ കാണുമായിരുന്നു. അതിനുള്ള പരുവ ഒപ്പിച്ചു കൊടുത്തതേ ഇവളാ. ഒടുവിൽ അവരാ ഒരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് ഒരുമിക്കാനുള്ള തീരുമാനം. എനിക്ക് ശരിക്കും പേടി തോന്നുന്നുണ്ട്. എന്റെ വേളിയാവുന്നോർത്തുള്ള ഭയാണോ? വേളി കുന്നത്തൂർ കോവിലകത്തെ ഉദയവർമ്മ തമ്പുരാന്റെ വേളിയായി കുന്നുംപുറത്തെ നാരായണന്റെ മകൾ. കേട്ടാലും മതി. പിന്നെ എന്തിനാ മായ നമ്മൾ ഇത്ര അടുത്തത്? നീ എന്നെ സ്നേഹിച്ചത്. ദേ, ആ കാണുന്ന മേഘത്തുണ്ടുകൾക്ക് പോലും ഒരു ലക്ഷ്യമുണ്ട്. മഴയായി പെയ്യുക എന്ന ലക്ഷ്യം. ഒരു ലക്ഷ്യമില്ലാത്ത, ഗതി കിട്ടാത്ത സ്വപ്നങ്ങളാണോ നമ്മൾ ഇത്രയും കാലം കണ്ടത്? ഉത്തരം കണ്ടെത്താനായി സ്ട്രെയിൻ എടുക്കണ്ട. ഞാൻ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. സബ് രജിസ്ട്രാർ ഓഫീസ് എന്ന മഹത്തായ സ്ഥാപനത്തിൽ വെച്ച് ഞാൻ മായയെ ജീവിതസഖിയായി സ്വീകരിക്കുന്നു. തുടർന്ന് മായയ്ക്ക് വേണമെങ്കിൽ മായ വർമ്മയാവാം. അല്ലെങ്കിൽ ഞാൻ കുന്നുംപുറത്ത് നാരായണന്റെ മരുമകൻ ഉദയനുമാവാം. എന്താ? അവരുടെ കൂടിക്കാഴ്ചകളുടെ എല്ലാ വിവരങ്ങളും വള്ളി പുള്ളി തെറ്റാതെ മായച്ചി എന്നോട് പറയുമായിരുന്നു. എന്നിട്ട് അവരുടെ രജിസ്റ്റർ മാരേജ് നടന്നോ? ദിവസം തീരുമാനിച്ചു. അപ്പോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി ഇവിടെ വന്നു. കുന്നത്തൂരെ അമ്മ തമ്പുരാട്ടി. ഉദയൻ സാറിന്റെ അമ്മേ. ശരിക്കും ഭീഷണിയായിട്ടാണ് വന്നത്. കോവിലകത്തെ മരുമകളാവാൻ കൊതിക്കേണ്ടെന്ന് മായച്ചിയോട് പറഞ്ഞു. സംസാരിച്ച് കുറെ ആയപ്പോ ആ അമ്മയുടെ ആദ്യത്തെ ഭാവം മാറി കരയാൻ തുടങ്ങി. മകൻ വലിയ ഭാവിയുള്ള ആളാണ്. വഴിയിലൊരു തടസ്സമാവരുത്. ചേരാത്തത് തമ്മിൽ ചേർന്ന രണ്ടുപേരും നാളെ ദുഃഖിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. ഒന്നോർത്താൽ അതൊരമ്മയുടെ ഗതികേടാ. അമ്മ വന്ന വിവരം ഗോപികയുടെ ചേച്ചി അദ്ദേഹത്തെ അറിയിച്ചോ? അതിനവസരം ഉണ്ടായില്ല. ഫോണും മറ്റും ഇല്ലാത്ത കാലമല്ലേ. അച്ഛൻ പെട്ടെന്നാ മായച്ചിക്ക് ഒരു കല്യാണാലോചന കൊണ്ടുവന്നത്. ആകെ കെണിയിൽപ്പെട്ടതുപോലെയായി. ഉദയേട്ടനെ കാണാൻ മായച്ചി ശ്രമിച്ചതാ, പക്ഷെ പറ്റിയില്ല. ഒടുവിൽ
പെൺകുട്ടി വന്നില്ല അല്ലേ? ഇല്ല. ഇന്നിനി നോക്കി നിന്നിട്ട് കാര്യമില്ല, സമയം കഴിയാറായി. മറ്റൊരു ദിവസം പെൺകുട്ടിയെയും സാക്ഷികളെയും കൊണ്ടുവന്നാൽ മതി.